ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 51 ലക്ഷം പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC മലപ്പുറം FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെത്തി. G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് മടക്കം. നിരവധി ഉഭയകക്ഷി ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ്, കനേഡിയൻ പ്രധാനമന്ത്രി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി എന്നിവരടക്കം ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് BR ഗവായിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റത്. मैं सूर्यकांत, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा मैं सम्यक प्रकार से और श्रद्धापूर्वक तथा अपनी पूरी योग्यता, ज्ञान और विवेक से अपने पद के कर्तव्यों का भय या पक्षपात, अनुराग या द्वेष के बिना पालन करूंगा तथा मैं संविधान और विधियों की मर्यादा बनाए रखूंगा. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 51,38,838 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 18.45%. വോട്ടർമാർ ഓൺലൈനായി 53,254 ഫോമുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് മൊത്തം വോട്ടർമാരുടെ 0.19% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 3 മണിവരെ പത്രിക പിൻവലിക്കാം. വിശദാംശങ്ങളിലേക്ക്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന സമയത്തിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. സ്ഥാനാർത്ഥിയുടെ പേര്, വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവയാണ് ഈ പട്ടികയിലുണ്ടാവുക. 56,501 വനിതകളും 50,709 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ 1,07,211 സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം നാളെ ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് പരിശീലനം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13 വോട്ടെണ്ണൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പലായ മാഹെ മുംബൈ ഡോക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചടങ്ങിൽ അധ്യക്ഷനായി. 80%-ലധികവും തദ്ദേശീയ സാമഗ്രികൾ ഉപയോഗിച്ച് കൊച്ചി കപ്പൽശാലയിലാണ് മാഹെ നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും വെള്ളിയാഴ്ച വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ നൽകാം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. നേരത്തെ 160 സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഇന്നലെ വൈകിട്ട് 7 വരെ 69,295 പേർ മല ചവിട്ടി. ഇതുവരെ ആകെ എത്തിയ ഭക്തരുടെ എണ്ണം 6.5 ലക്ഷം പിന്നിട്ടു. നിലയ്ക്കലിലും വണ്ടിപ്പെരിയാറിലുമായി ഇന്നലെ 11,516 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനെത്തിയത്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അവസരം ലഭിക്കുന്ന തീർത്ഥാടകർക്ക് യാത്രാ തീയതിയും വിമാനവും സ്വന്തം നിലയിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും ഈ ടിക്കറ്റ് ലഭ്യമാക്കുന്നതിനും സൌകര്യമൊരുക്കാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തീരുമാനിച്ചു. മുംബൈയിലെ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സംസ്ഥാന ഹജ്ജ് ഓഫീസർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തുന്ന ധ്വജാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. അയോധ്യ നഗരത്തിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി. വനിതകൾക്ക് വേഗത്തിൽ സഹായം ഉറപ്പാക്കുന്നതിനായി ദേശീയ വനിതാ കമ്മീഷൻ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. 14490 എന്ന ടോൾ ഫ്രീ നമ്പർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കും. ഗന്ധകശാല കതിരണിഞ്ഞതോടെ വയനാട് പുൽപ്പള്ളി ചേകാടി വനഗ്രാമത്തിലേക്ക് സന്ദർശകരുടെ തിരക്കേറി. വനവും കബനിപ്പുഴയും സുഗന്ധം പരത്തുന്ന കാറ്റും ആസ്വദിക്കാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നടിയിൽ കഴിഞ്ഞ മുതൽ തന്നെ ചേകാടിയിലേക്ക് ഒട്ടേറെ ആളുകൾ എത്തിയിരുന്നെങ്കിലും മഴ മാറിയതോടെ വരവ് വർദ്ധിച്ചു. പഠനയാത്രാ സംഘങ്ങളും യാത്രയിൽ ചേകാടിയെ ഉൾപ്പെടുത്തുന്നു. ഫോട്ടോഷൂട്ടിനും ഗോത്രജനങ്ങളുമായി സംവേദിച്ച് കൃഷിരീതികൾ മനസ്സിലാക്കിയും വൈകും വരെ ഇവിടെ ചെലവഴിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്ട്രീറ്റ് പദ്ധതിയിൽ ഇടം പിടിച്ച ജില്ലയിലെ ഏക കേന്ദ്രമാണ് ചേകാടി. ഗ്രാമീണ ജനതയുടെ വരുമാന സ്രോതസ്സായും പദ്ധതിയെ കണക്കാക്കുന്നുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള ഗൾഫ് എയർ വിമാന സർവീസുകളുടെ എണ്ണം 4 നിന്ന് 7 ആയി വർദ്ധിപ്പിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇനി മുതൽ 2 സർവീസുകൾ ഉണ്ടാകും. ബുധൻ വ്യാഴം ശനി ദിവസങ്ങളിലാണ് മറ്റ് സർവീസുകൾ. തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് സർവീസുകൾ വർദ്ധിപ്പിച്ചത്. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 5ാം ദിനമായ ഇന്ന് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം തുടരും പ്രദർശിപ്പിക്കും. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ രാത്രി 8 മണിക്കാണ് പ്രദർശനം. ഇന്ന് ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഫ്യൂമേ ഓ മോട്ടെ ആദ്യം പ്രദർശിപ്പിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 8ാം റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ന് കാലിക്കറ്റ് FC മലപ്പുറം FCയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഡേവിസ് കപ്പ് ടെന്നീസ് യോഗ്യതാ റൌണ്ടിൽ നെതർലൻഡ്സുമായുള്ള മത്സരങ്ങൾക്ക് ഇന്ത്യ വേദിയാകും. ഇന്ത്യയും നെതർലൻഡ്സും ഉൾപ്പെടെ 27 ടീമുകളാണ് യോഗ്യതാ റൌണ്ടിലുള്ളത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 9 റൺസ് എന്ന നിലയിൽ കളി പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് നേടി. 2 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 30 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 46 പോയിന്റ് ഉയർന്ന് 85,278-ലും നിഫ്റ്റി 14 പോയിന്റ് നേട്ടത്തിൽ 26,083-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 91,760 രൂപയും ഗ്രാമിന് 11,470 രൂപയുമാണ് ഇന്നത്തെ വില. PM ശ്രീ പദ്ധതിയുടെ കീഴിൽ തിരുവനന്തപുരം PM ശ്രീ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നിർമ്മിച്ച പുതിയ വൊക്കേഷണൽ ലാബിന്റെ ഉദ്ഘാടനം എറണാകുളം മേഖല KVS ഓഫീസ് ഡെപ്യൂട്ടി കമ്മീഷണർ സന്തോഷ് കുമാർ N നിർവഹിച്ചു. പ്രായോഗിക തലത്തിലുള്ള പഠനം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് മാണിയാട്ട് സമാപിച്ച 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം അജന്തയുടെ വംശം മികച്ച നാടകമായി. തിരുവനന്തപുരം സൌവർണികയുടെ താഴ്വാരമാണ് മികച്ച 2ാമത്തെ നാടകം. തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി ജനപ്രിയ നാടകമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 51 ലക്ഷം പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും.
സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC മലപ്പുറം FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.